السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുതുബയിൽ ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിനെ കുറിച്ചാണ് പരാമർശിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ കുറച്ചു ഭാഗം ബാക്കിയായിരുന്നു. അത് ഇന്ന് ഞാൻ വിവരിക്കുന്നതാണ്. ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിനെ കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു ഈ കാര്യം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലെ മുബല്ലിഗ ആയിക്കൊണ്ട് അദ്ദേഹത്തെ നിയോഗിച്ചയക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് കൂടെ കൂടെ അറിവ് ലഭിച്ചുകൊണ്ടിരുന്നു. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റത്തിന്റെ സമയം വരാനിരിക്കുന്നു. അങ്ങേക്ക് ഈ കാര്യം കൂടി വെളിപ്പെടുത്തപ്പെട്ടിരുന്നു. അങ്ങയുടെ ഹിജ്റത്തിന്റെ സ്ഥലം അത്തരത്തിലുള്ള ഒരു നഗരമാണ്. അവിടെ കിണറുകളുണ്ട്, അതുപോലെ തന്നെ ഈന്തപ്പനത്തോട്ടങ്ങളുമുണ്ട്. ആദ്യം അവിടുന്ന് അത് യമാമയാണ് എന്ന് വിചാരിച്ചു. ഒരുപക്ഷെ അതായിരിക്കും ഹിജ്റത്തിന്റെ സ്ഥലം. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ചിന്ത അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ചിന്തയിൽ മുഴുകി. അള്ളാഹുവിന്റെ പ്രവചനം അനുസരിച്ചുകൊണ്ട് ഏതൊരു നഗരമാണോ വിധിക്കപ്പെട്ടിട്ടുള്ളത് അത് ഇസ്ലാമിന്റെ കളിത്തൊട്ടിലാക്കാൻ വേണ്ടി സ്വയം അതിനെ സമർപ്പിക്കുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് ഹജ്ജിന്റെ സമയം വരികയുണ്ടായി. അറേബ്യയുടെ 4 ഭാഗത്തു നിന്നും ആളുകൾ ഹജ്ജിനായി മക്കയിൽ ഒരുമിച്ചു കൂടാൻ തുടങ്ങി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശീലം അനുസരിച്ച് എവിടെയാണോ കുറച്ചാളുകൾ കൂടി നിൽക്കുന്നത് കാണുന്നത് അവരുടെ അടുത്ത് ചെന്ന് അവർക്ക് തൗഹീദിന്റെ ശബ്ദം കേൾപ്പിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ അധികാരം വരുന്നതിന്റെ സന്തോഷവാർത്ത നൽകാൻ തുടങ്ങി. അക്രമവും കുഴപ്പവും പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി അവരെ ഉപദേശിച്ചു. ചില ആളുകൾ അങ്ങയുടെ വാക്കുകൾ കേട്ടു, എന്നിട്ട് അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് മാറി നിന്നു. ചിലർ കാര്യങ്ങൾ കേൾക്കും, അപ്പോൾ മക്കക്കാര് വന്ന് അവരെ അവിടെ നിന്ന് ഒഴിവാക്കിക്കളയും. ചിലർ മുമ്പ് തന്നെ മക്കക്കാരുടെ വാക്കുകൾ കേട്ടിട്ടുള്ളവരാണ്. അവർ പരിഹസിച്ചുകൊണ്ട് അങ്ങയിൽ നിന്ന് വിട്ടുമാറി നിൽക്കും. ഇതേ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനായുടെ താഴ്വരയിലൂടെ നടക്കുകയായിരുന്നു. 5-6 ആളുകൾ, അവർ മദീനക്കാരായിരുന്നു. അങ്ങയുടെ ദൃഷ്ടി അവരിൽ പതിഞ്ഞു. അവിടുന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ഏത് ഗോത്രവുമായി ബന്ധമുള്ളവരാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ഖസ്റജ് ഗോത്രവുമായി ബന്ധമുള്ളവരാണ്. അവിടുന്ന് ചോദിച്ചു, അതേ ഗോത്രമാണോ? ആരാണോ യഹൂദികളുടെ സഖ്യകക്ഷിയായിട്ടുള്ളത്? അവർ പറഞ്ഞു, അതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുറച്ചു സമയം ഇരുന്ന് ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാണോ? അവര് അങ്ങയെക്കുറിച്ച് മുമ്പ് തന്നെ കേട്ട് കഴിഞ്ഞിരുന്നു. ഹൃദയത്തിൽ അങ്ങയുടെ വാദത്തെക്കുറിച്ച് അല്പം താല്പര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവര് അങ്ങയുടെ വാക്കുകൾ കേട്ടു, അങ്ങയുടെ അടുത്തിരുന്നു. അങ്ങ് പറയുന്നത് കേൾക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അള്ളാഹുവിന്റെ അധികാരം സമീപസ്ഥമാണ്. ബിംബങ്ങൾ ഇനി ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടും. തൗഹീദിന് ലോകത്ത് സ്ഥാപിക്കപ്പെടുന്നതായിരിക്കും.
നന്മയും തഖ്വയും വീണ്ടും ലോകത്ത് സ്ഥാപിതമാകും. മദീനയിലെ ആളുകൾ ഈ അതിമഹത്തായ അനുഗ്രഹം സ്വീകരിക്കാൻ തയ്യാറാണോ? അവർ പറഞ്ഞു, അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടു, അതിൽ സ്വാധീനിക്കപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ അധ്യാപനങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. മറ്റൊരു കാര്യം അവശേഷിക്കുന്നത് ഇതാണ്: മദീന ഇസ്ലാമിന് അഭയം നൽകാൻ തയ്യാറാണോ അതോ ഇല്ലേ? ഇതിനായി ഞങ്ങൾ ഞങ്ങളുടെ ദേശത്ത് തിരിച്ചുപോയി ഞങ്ങളുടെ സമൂഹത്തോട് സംസാരിക്കുന്നതാണ്. പിന്നീട് അടുത്ത വർഷം ഞങ്ങളുടെ സമുദായത്തിന്റെ തീരുമാനം താങ്കളെ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ ഇവർ തിരിച്ചുപോയി അവർ തങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അങ്ങയുടെ അധ്യാപനങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ മദീനയിൽ 2 അറബ് ഗോത്രങ്ങൾ ഔസ്, ഖസ്റജ് എന്നിവരാണ് വസിച്ചിരുന്നത്. 3 യഹൂദി ഗോത്രങ്ങൾ ബനു ഖുറൈസ, ബനു നദീർ, ബനു ഖൈൻക ഉണ്ടായിരുന്നത്. ഔസും ഖസ്റജും പരസ്പരം കലഹിക്കുമായിരുന്നു. ബനു നസീറും ബനു ഖുറൈസയും ഔസ് ഗോത്രത്തോടൊപ്പം, ബനു ഖൈൻക ഖസ്റജ് ഗോത്രത്തോടൊപ്പം ആണ് ഉണ്ടായിരുന്നത്. ദീർഘകാലത്തെ യുദ്ധത്തിനു ശേഷം അവരിൽ ഈ ഒരു ചിന്ത ഉണ്ടായി, നമ്മൾ പരസ്പരം ഐക്യപ്പെടേണ്ടതാണ്. അവസാനം പരസ്പരം കൂടിയാലോചിച്ച് ഈ തീരുമാനത്തിലെത്തി. അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂൽ ഖസ്റജിന്റെ തലവനായിരുന്നു. അയാളെ മുഴുവൻ മദീനയുടെ രാജാവായി എല്ലാവരും അംഗീകരിക്കുന്നതായിരിക്കും. യഹൂദികളുമായുള്ള ബന്ധം കാരണം ഔസും ഖസ്റജും ഈ പ്രവചനങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നു. യഹൂദികൾ തങ്ങളുടെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കാര്യം വിവരിക്കുമ്പോൾ അതിന്റെ അവസാനം ഇപ്രകാരം പറയുമായിരുന്നു: ഒരു നബി, മൂസായ്ക്ക് സദൃശനായ നബി, അദ്ദേഹം വെളിപ്പെടാനിരിക്കുന്നു. അതിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വരുമ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ലോകത്ത് വിജയം ലഭിക്കുന്നതാണ്. യഹൂദികളുടെ ശത്രുക്കളെ നശിപ്പിക്കപ്പെടും. ഹാജിമാരിൽ നിന്ന് മദീനക്കാര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ അങ്ങയുടെ സത്യം അവരുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായി. അവർ പറഞ്ഞു, ഇത് അതേ നബിയാണെന്നാണ് തോന്നുന്നത്. ആരെക്കുറിച്ചാണോ യഹൂദികൾ നമ്മോട് പറയാറുള്ളത്. അങ്ങനെ ഒരുപാട് യുവാക്കൾ ഇത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അതിന്റെ സത്യതയിൽ സ്വാധീനിക്കപ്പെട്ട് യഹൂദികളിൽ നിന്ന് കേട്ടിരിക്കുന്ന പ്രവചനങ്ങൾ അവരുടെ വിശ്വാസത്തിന് സഹായകമായി തീർന്നു. അങ്ങനെ അടുത്ത വർഷം ഹജ്ജിന്റെ അവസരത്തിൽ വീണ്ടും ആളുകൾ മദീനയിൽ വന്നു. 12 ആളുകൾ ഈ ഉദ്ദേശത്തോടുകൂടി മക്കയിലേക്ക് വന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ പ്രവേശിക്കുന്നതായിരിക്കും. അവരിൽ 10 പേര് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു, 2 ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു. മനായിൽ വെച്ച് അവര് അങ്ങയെ കാണുകയും അങ്ങയുടെ കൈകളിൽ ഈ കാര്യം ഏറ്റുപറയുകയും ചെയ്തു: അല്ലാഹു അല്ലാതെ മറ്റാരെയും തന്നെ ആരാധിക്കുന്നതല്ല, മോഷണം നടത്തുന്നതല്ല, തിന്മ പ്രവർത്തിക്കുന്നതല്ല, പെൺകുട്ടികളെ വധിക്കുന്നതല്ല, പരസ്പരം വ്യാജാരോപണങ്ങൾ നടത്തുന്നതല്ല, അല്ലാഹുവിന്റെ നബിയെ നല്ല അധ്യാപനങ്ങളിൽ ധിക്കരിക്കുകയും ചെയ്യുന്നതല്ല. ഇവർ തിരിച്ചുപോയി അവര് തങ്ങളുടെ സമൂഹത്തിൽ പോയി വളരെ ശക്തമായ നിലയിൽ തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. മദീനയിലെ വീടുകളിൽ നിന്ന് ബിംബങ്ങൾ എടുത്തുകൊണ്ട് പുറത്തെറിയാൻ തുടങ്ങി. ബിംബങ്ങളുടെ മുന്നിൽ തലകുനിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ തല ഉയർത്തിക്കൊണ്ട് ചലിക്കാൻ തുടങ്ങി. അല്ലാഹുവിനെ കൂടാതെ അവരുടെ നെറ്റി മറ്റാരുടെ മുന്നിലും കുനിയാൻ തയ്യാറായിരുന്നില്ല. യഹൂദികൾ അത്ഭുതപ്പെടുകയായിരുന്നു. ദീർഘകാലത്തെ സൗഹൃദം, ദീർഘകാലത്തെ തബ്ലീഗ് കൊണ്ട് അവരിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കാതിരുന്ന പരിവർത്തനം ഇസ്ലാം പരിവർത്തനം ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. തൗഹീദിന്റെ ശബ്ദം മദീനക്കാരുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമാകാൻ തുടങ്ങി. ഒന്നിനു ശേഷം മറ്റൊരാൾ ആളുകൾ വരികയും മുസ്ലിങ്ങളോട് പറയുകയും ചെയ്യുമായിരുന്നു: നിങ്ങളുടെ ദീൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. എന്നാൽ മദീനയിലെ നവമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടായിരുന്നില്ല. അവരുടെ എണ്ണം 100 കണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെക്കുറിച്ച് വിശദമായ നിലയിൽ പറഞ്ഞുകൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുമായിരുന്നില്ല. അതുകൊണ്ട് മക്കയിലേക്ക് അവരൊരാളെ പറഞ്ഞയച്ചു. ഒരു മുബല്ലിഗിനെ ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് എന്ന പേരുള്ള ഒരു സഹാബിയെ, അദ്ദേഹം ഹബ്ഷയിൽ നിന്ന് ഹിജ്റത്ത് ചെയ്ത് തിരിച്ചു വന്നതായിരുന്നു, മദീനയിൽ ഇസ്ലാമിക തബ്ലീഗിനായി പറഞ്ഞയക്കുകയുണ്ടായി. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു മക്കയ്ക്ക് പുറത്ത് ആദ്യത്തെ ഇസ്ലാമിക മുബല്ലിഗായിരുന്നു. മറ്റൊരു സ്ഥലത്ത്
ഇതേ കാര്യത്തെ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം വിവരിക്കുന്നു: മദീനക്കാർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള വാർത്ത അറിഞ്ഞപ്പോൾ ഹജ്ജിന്റെ അവസരത്തിൽ കുറച്ച് മദീനക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും അങ്ങയുടെ സത്യത്തെ അംഗീകരിക്കുകയും ചെയ്തു. അവര് തിരിച്ചു ചെന്ന് തങ്ങളുടെ സമുദായത്തോട് പറഞ്ഞു, ഏതൊരു റസൂലിനെ കുറിച്ചാണോ മദീനയിൽ താമസിക്കുന്ന യഹൂദികൾ പറയാറുണ്ടായിരുന്നത്, ആ റസൂൽ മക്കയിൽ ജനിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തേക്ക് താൽപര്യമുണ്ടായി. അങ്ങനെ അവര് രണ്ടാമത്തെ ഹജ്ജിന്റെ അവസരത്തിൽ ഒരു സംഘമായിക്കൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു. ഈ സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിച്ചു, അങ്ങയിൽ വിശ്വസിച്ചു, അങ്ങേക്ക് ബൈഅത്ത് ചെയ്തു. കാരണം അപ്പോൾ മക്കയിൽ അങ്ങേക്ക് ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ച മക്കയിലെ ഒരു താഴ്വരയിൽ മക്കക്കാരുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞ് ആണ് നടന്നത്. അവിടെ വെച്ചാണ് ബൈഅത്ത് നടന്നത്. അതുകൊണ്ട് അതിനെ ബൈഅത്തെ അഖബ എന്ന് പറയുന്നു. അഖബ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു മലയിടുക്ക് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പർവ്വത പ്രദേശം, പർവ്വത താഴ്വര എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മദീനയിലെ വിശ്വാസികളുടെ സംഘടനാപരമായ കാര്യത്തിനായി നേതാക്കന്മാരെ നിശ്ചയിച്ചു. ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി തക്കീത് ചെയ്തു. അവരുടെ സഹായത്തിനായി തന്റെ യുവാവായ ഒരു സഹാബി മുസ്അബ് ബിൻ ഉമൈറിനെ പറഞ്ഞയച്ചു. അദ്ദേഹം അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിനു വേണ്ടി. ഇവർ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം ക്ഷണിക്കുകയുണ്ടായി: അഥവാ മക്ക ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ മദീനയിലേക്ക് വരിക. ഇവര് തിരിച്ചുപോയപ്പോൾ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ മദീനയിൽ ഇസ്ലാം പ്രചരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സഹാബാക്കളെ കൂടി മദീനയിലേക്ക് അയക്കുകയുണ്ടായി. അതിൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹും ഉണ്ടായിരുന്നു. അതിനുശേഷം ഹിജ്റത്തിന്റെ കൽപ്പന വന്നപ്പോൾ അവിടുന്ന് സ്വയവും അങ്ങോട്ട് പോവുകയുണ്ടായി. അങ്ങ് പോയപ്പോൾ വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ എല്ലാ മദീനക്കാരും മുശ്രിക്കീങ്ങളായിരുന്നവർ മുസ്ലിങ്ങളായി മാറുകയുണ്ടായി. മദീന ഹിജ്റത്തിന് ചെയ്തതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ, ഹസ്രത്ത് അബൂ അയ്യൂബ് അൻസാരി എന്നിവർക്കിടയിൽ സാഹോദര്യ ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ ബദർ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. ബദർ ഉഹദ് യുദ്ധത്തിൽ മുഹാജിരീങ്ങളുടെ പതാക ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിന്റെ കൈകളിലാണ് ഉണ്ടായിരുന്നത്. ബദർ യുദ്ധത്തിൽ മുഹാജിരീങ്ങളുടെ വലിയ പതാക ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിന്റെ കൈകളിലാണ് ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അദ്ദേഹത്തിന് നൽകിയതായിരുന്നു. പിന്നീട് മറ്റൊരു റിവായത്ത് പ്രകാരമാണ് ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്തു ഖാത്തമുൻ നബിയിനിൽ എഴുതിയിരിക്കുന്നു: ഉഹദ് യുദ്ധത്തിലും മുഹാജിരീങ്ങളുടെ പതാക ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിന്റെ കൈകളിലാണ് ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സൈന്യത്തെ നിരനിരയായി നിർത്തി വിവിധ സംഘങ്ങൾക്ക് വിവിധ നേതാക്കന്മാർ നിശ്ചയിച്ചു. ആ അവസരത്തിൽ അങ്ങേക്ക് ഈ അറിവ് നൽകുകയുണ്ടായി: ഖുറൈശികളുടെ സൈന്യത്തിന്റെ പതാക തൽഹയുടെ കൈകളിലാണ്. തൽഹ കുടുംബവുമായി ബന്ധമുള്ള ആളായിരുന്നു. അത് ഖുറൈശികളുടെ ഉന്നത തലവനായിരുന്ന ഖുസയ്യ് ബിൻ കിലാബിന്റെ സ്ഥാപിക്കപ്പെട്ട വ്യവസ്ഥിതി അനുസരിച്ച് യുദ്ധങ്ങളിൽ ഖുറൈശികളുടെ പതാക വഹിക്കുവാനുള്ള അവകാശമുള്ളവരായിരുന്നു. ഇത് അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നമ്മൾ സാമൂഹികമായ ആത്മാർത്ഥത കാണിക്കാൻ കൂടുതൽ അവകാശമുള്ളവരാണ്. അങ്ങനെ അവിടുന്ന് ഹസ്രത്ത് അലിയിൽ നിന്ന് മുഹാജിരീങ്ങളുടെ പതാക വാങ്ങി ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ആ കുടുംബത്തിലെ ആളായിരുന്നു. ഏതൊരു കുടുംബവുമായിട്ടാണോ ത്വൽഹക്ക് ബന്ധമുണ്ടായിരുന്നത്. ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ഉഹദ് യുദ്ധ ദിവസം ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു. യുദ്ധം ചെയ്ത് അദ്ദേഹം ഷഹീദായി. അങ്ങേ ഇബ്നു കമിയയാണ് ഷഹീദാക്കിയത്. ചരിത്രത്തിൽ വരുന്നു, ഉഹദ് യുദ്ധത്തിന്റെ ധ്വജവാഹകൻ ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ
പതാക സംരക്ഷണം നല്ല നിലയിൽ നിറവേറ്റുകയുണ്ടായി. ഉഹദ് യുദ്ധ ദിവസം ഹദ്റത്ത് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു പതാക ഏന്തിയിരിക്കുകയായിരുന്നു. ഇബ്നു കൈമ അയാൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു, ആക്രമിക്കുകയുണ്ടായി. ഹദ്റത്ത് മുസ്അബിന്റെ വലത് കൈ ആക്രമിച്ചു. അതിലാണ് അവിടുന്ന് പതാക ഏന്തിയിരുന്നത്. ആ കൈ മുറിച്ചു കളഞ്ഞു. അപ്പോൾ ഹദ്റത്ത് മുസ്അബ് ഈ ആയത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. എന്നിട്ട് തന്റെ പതാക ഇടത് കൈകൊണ്ട് പതാക ഏന്തി. ഇബ്നു കൈമ ആ കൈയും ആക്രമിച്ചു. അപ്പോൾ അവിടുന്ന് രണ്ട് കൈകൾ കൊണ്ടും ഇസ്ലാമിക പതാകയെ നെഞ്ചോട് ചേർത്തു. അതിനുശേഷം ഇബ്നു കൈമിയ മൂന്നാമതും ആക്രമിച്ചു ശൂലം കൊണ്ട്. ഹദ്റത്ത് മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിൽ അത് തറച്ചു. കുന്തം പൊട്ടി. ഹദ്റത്ത് മുസ്അബ് താഴെ വീണു. അപ്പോൾ ബനു അബ്ദുദ്ദാറിൽ നിന്ന് രണ്ടാളുകൾ, സഅദ് ബിൻ സഅദ്, ഉബു റൂം ബിൻ ഉമൈർ എന്നിവർ മുന്നോട്ട് വരികയും അബു ഉമൈർ പതാക ഏന്തുകയും ചെയ്തു. അവരുടെ കൈകളിൽ ആ പതാക നിലനിന്നു. ഏതുവരെ എന്നാൽ മുസ്ലിങ്ങൾ തിരിച്ചു വരികയും മദീനയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഷഹാദത്തിന്റെ സമയത്ത് ഹദ്റത്ത് മുസ്അബിന്റെ പ്രായം 40 വയസ്സ് അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതലായിരുന്നു. ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്ത് ഖാത്തമുൻ നബീനിൽ പ്രകാരം എഴുതുന്നു: ഖുറൈശികളുടെ സൈന്യം ഏകദേശം 4 ഭാഗത്തു നിന്നും വളഞ്ഞിരുന്നു. തങ്ങളുടെ തുടർച്ചയായുള്ള ആക്രമണങ്ങളിലൂടെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം മുസ്ലിങ്ങൾ സുരക്ഷിതരായി. എന്നാൽ അബ്ദുല്ലാ ബിൻ ഖുബയ്യ മുസ്ലിങ്ങളുടെ ധ്വജവാഹകൻ മുസഅബ് ബിൻ ഉമൈറിനെ ആക്രമിച്ചു. തന്റെ വാളുകൊണ്ട് അദ്ദേഹത്തിന്റെ വലതുകൈ മുറിച്ചു കളഞ്ഞു. മുസഅബ് ഉടനെ തന്നെ അടുത്ത കൈകൊണ്ട് പതാക ഏന്തി ഇബ്നു കമിയയെ നേരിടാനായി മുന്നോട്ട് കുതിച്ചു. എന്നാൽ അയാൾ വീണ്ടും ആക്രമിച്ചുകൊണ്ട് രണ്ടാമത്തെ കൈയും മുറിച്ചു കളഞ്ഞു. അപ്പോൾ മുസഅബ് മുറിഞ്ഞുപോയ 2 കൈകളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വീണുപോയ ഇസ്ലാമിക പതാകയെ ഏന്തുകയും അതിനെ നെഞ്ചോട് ചേർത്തു പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഇബ്നു കമിയ മൂന്നാമതും ആക്രമിച്ചു. ഇപ്പോൾ മുസഅബ് ബിൻ ഉമൈർ ഷഹീദായി താഴെ വീണു. പതാക മറ്റൊരു മുസ്ലിം മുന്നോട്ട് വന്നുകൊണ്ട് ഏന്തുകയുണ്ടായി. മുസഅബിന്റെ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാദൃശ്യമുള്ളതായിരുന്നു. ഇബ്നു കമിയ വിചാരിച്ചു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇതും ഒരു സാധ്യതയാണ്. അയാളുടെ ഭാഗത്തു നിന്നുള്ള ഒരു തന്ത്രമായിരുന്നു, കുഴപ്പത്തിനും വഞ്ചന കാണിക്കുന്നതിനും വേണ്ടി. ഏതായിരുന്നാലും അയാൾ മുസഅബ് ഷഹീദായി വീണപ്പോൾ ഇപ്രകാരം ഒച്ചപ്പാടുണ്ടാക്കി: ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചിരിക്കുന്നു. ഈ വാർത്ത മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ധൈര്യം ചോരുന്നതിന് കാരണമായി. അവർ പെട്ടെന്ന് ചിന്ന ഭിന്നമാവുകയും ചെയ്തു. ഇതും വലിയൊരു കാരണമാണ് ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ധൈര്യം ചോർന്നു പോകുന്നതിന്. ഏതായിരുന്നാലും പിന്നീട് കുറച്ചു സമയത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബിന്റെ ശവശരീരത്തിനടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ശവശരീരം മുഖം താഴെയായി വീണുകിടക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഈ ആയത്ത് പാരായണം ചെയ്തു: മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദു അഹദുല്ലാഹ അലൈഹി വമിൻഹും മൻ ഖലാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. സത്യവിശ്വാസികളിൽ അത്തരത്തിലുള്ള പുരുഷന്മാരുമുണ്ട്. അവർ അല്ലാഹുവിനോട് ചെയ്ത വാഗ്ദാനം അതിനെ പൂർത്തിയാക്കി കാണിച്ചു. അവരിൽ അത്തരക്കാരുമുണ്ട്. അവർ അവരുടെ നേർച്ചയെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവരിൽ ചില ആളുകളുണ്ട്, അവര് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അവരൊരിക്കലും തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു വിധത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല. അതിനുശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇന്ന റസൂലുള്ളാഹി യശ്ഹദു അന്നകുമുശ് ശുഹദാഉ ഇൻദല്ലാഹി യൗമിൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ സാക്ഷ്യം വഹിക്കുകയാണ്, നിങ്ങൾ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ പക്കൽ ശുഹദാക്കളാണ്. പിന്നീട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു: ഇദ്ദേഹത്തെ കാണുക, ഇദ്ദേഹത്തിന് സലാമെത്തിക്കുക. ആ അസ്തിത്വത്തെ കൊണ്ട് സത്യം ആരുടെ കൈകളിലാണോ എന്റെ ജീവൻ ഇരിക്കുന്നത്, ഖിയാമത്ത് നാളിൽ ആരാണോ ഇദ്ദേഹത്തിന് സലാം പറയുന്നത്, ഈ സലാമിന് അദ്ദേഹം മറുപടി പറയുന്നതായിരിക്കും. ഹദ്റത്ത് മുസ്അബിന്റെ സഹോദരൻ ഹദ്റത്ത് അബു റൂം ബിൻ ഉമൈർ, ഹദ്റത്ത് സഅബ് ബിൻ സഅദ്, ഹദ്റത്ത് ആമിർ ബിൻ റബീഅ എന്നിവർ ഹദ്റത്ത്
മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയുണ്ടായി. സീറത്ത് ഖാത്തമുൻ നബീനിൽ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഉഹദ് ശുഹദാക്കളിൽ ഒരു സഹോദരൻ മുസ്അബ് ബിൻ ഉമൈർ ആയിരുന്നു. അദ്ദേഹം ആദ്യത്തെ മുഹാജിറായിരുന്നു. മദീനയിൽ ഇസ്ലാമിക മുബല്ലിഗായി വന്ന ആളായിരുന്നു. ജഹാലത്ത് കാലഘട്ടത്തിൽ മുസ്അബ് മക്കയിലെ യുവാക്കളിൽ ഏറ്റവും കൂടുതൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളായിരുന്നു. വലിയ അനുഗ്രഹത്തിലും സമൃദ്ധിയിലും വളർന്ന ആളായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ അവസ്ഥ പൂർണ്ണമായും മാറുകയുണ്ടായി. റിവായത്തിൽ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു വസ്ത്രം കണ്ടു. അതിൽ അനേകം സ്ഥലത്ത് തുന്നിക്കൂട്ടിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കാലഘട്ടം ഓർമ്മ വന്നു. അപ്പോൾ അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. ഉഹദ് ദിവസം അദ്ദേഹം ഷഹീദായപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഇത്ര പോലും തുണി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരം പൂർണ്ണമായ നിലയിൽ മറക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ കാലുകൾ മറക്കുമ്പോൾ തല പുറത്താകുമായിരുന്നു, തല മറക്കുമ്പോൾ കാലുകൾ പുറത്താകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ കൽപ്പനയനുസരിച്ച് അദ്ദേഹത്തിന്റെ തല തുണി കൊണ്ട് മറക്കുകയും കാൽഭാഗത്ത് പുല്ലുവെക്കുകയും ചെയ്തു. സഹീ ബുഖാരിയിൽ ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഹദ്റത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ നോമ്പ് തുറക്കുന്നതിനായി ഭക്ഷണം കൊണ്ടുവന്നു. അദ്ദേഹം അന്ന് നോമ്പിലായിരുന്നു. പറഞ്ഞു, മുസ്അബ് ബിൻ ഉമൈർ ഷഹീദായി. അദ്ദേഹം എന്നേക്കാൾ ഉന്നതനായിരുന്നു. അദ്ദേഹത്തെ ഒരു പുതപ്പ് കൊണ്ടാണ് കഫൻ ചെയ്തത്. അദ്ദേഹത്തിന്റെ തല മറക്കുമ്പോൾ കാല് പുറത്തായിരുന്നു, കാല് മറക്കുമ്പോൾ തല പുറത്തായിരുന്നു. നിവേദകൻ പറയുന്നു, ഞാൻ വിചാരിക്കുന്നു ഇപ്രകാരവും അദ്ദേഹം പറഞ്ഞു, ഹംസ ഷഹീദായി. അദ്ദേഹം എന്നേക്കാൾ ഉന്നതനായിരുന്നു. പിന്നീട് പറഞ്ഞു, ഞങ്ങൾക്ക് ലോകത്തിലെ ആ സമൃദ്ധി ലഭിച്ചു. ഏതൊന്നാണോ ലഭിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ലോകത്തിന് അതെല്ലാം ലഭിക്കുകയുണ്ടായി. ഏതൊന്നാണോ നൽകപ്പെട്ടത്, ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങളുടെ നന്മക്കുള്ള പ്രതിഫലം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചുവോ. എന്നിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. ഏതുവരെ എന്നാൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ഉപേക്ഷിച്ചു. അള്ളാഹുവിനോടുള്ള ഭയം, അടുത്ത ലോകത്തെക്കുറിച്ചുള്ള ഭയം, അടുത്ത ലോകത്തിൽ അള്ളാഹുവിന്റെ പെരുമാറ്റം അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. അതുകൊണ്ട് അദ്ദേഹം വികാരഭരിതനായി. അത്രമാത്രം സമൃദ്ധി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവിടെ തന്നെ അള്ളാഹു ഞങ്ങൾക്ക് പ്രതിഫലം നൽകി, അവിടെ പോയാൽ ഞങ്ങൾക്കൊന്നും ലഭിക്കുകയില്ലേ എന്ന ആശങ്കയുണ്ടായി. ഹദ്റത്ത് ഖുബ്ബാബ് ബിൻ അർത്ത് നിവേദനം ചെയ്യുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദേശം വെടിഞ്ഞു. അള്ളാഹുവിന്റെ പ്രീതിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഞങ്ങളുടെ പ്രതിഫലം അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളിൽ അത്തരക്കാരുമുണ്ട്, അവർ വഫാത്തായി. അവർ തങ്ങളുടെ പ്രതിഫലത്തിൽ നിന്നൊന്നും കഴിച്ചില്ല. അതിൽ ഒരാൾ മുസ്അബ് ബിൻ ഉമൈർ ആയിരുന്നു. ഞങ്ങളിൽ അത്തരക്കാരുമുണ്ട്, അവരുടെ പഴം പഴുത്തു. അവർ ഇപ്പോൾ ആ പഴത്തെ തിരഞ്ഞെടുത്ത് കഴിക്കുന്നു. ഹദ്റത്ത് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉഹദ് ദിവസം ഷഹീദായി. ഒരു പുതപ്പ് കൊണ്ടാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തല മറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലും പുറത്താകുമായിരുന്നു, കാല് മറക്കുമ്പോൾ തല പുറത്താകുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ തല മറക്കുകയും അദ്ദേഹത്തിന്റെ കാലുകളിൽ ഹിസ്കർ പുല്ല് വെക്കുകയും ചെയ്യുക. തിർമിദിയിലെ ഒരു നിവേദനം ഇപ്രകാരമാണ്. ഹദ്റത്ത് അലി ബിൻ അബി താലിബ് നിവേദനം ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ നബിക്കും അള്ളാഹു 7 അടുത്ത സുഹൃത്തുക്കളെ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞു 7 നേതാക്കന്മാരെ നൽകിയിട്ടുണ്ട്. എനിക്ക് 14 പേരെ നൽകിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അവരാരൊക്കെയാണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്റെ 2 പേരക്കുട്ടികൾ ജാഫർ, ഹംസ, അബൂബക്കർ, ഉമർ, മുസ്അബ് ബിൻ ഉമൈർ, ബിലാൽ, സൽമാൻ, അബൂദർ, അമ്മാർ, അബ്ദുല്ല ബിൻ മസ്ഊദ്. ഹദ്റത്ത് ആമിർ ബിൻ റബീഅ നിവേദനം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പിതാവ് പറയുമായിരുന്നു, ഹദ്റത്ത് മുസ്അബ് ബിൻ ഉമൈർ വിശ്വസിച്ചപ്പോൾ ഉഹദ് യുദ്ധത്തിൽ ഷഹീദാകുന്നതുവരെ എന്റെ സുഹൃത്തും കൂട്ടുകാരനുമായിരുന്നു. 2 ഹിജ്റത്തിലും എന്നോടൊപ്പം ഹബ്ശയിൽ വന്നു. മുഹാജിറുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ അത്തരത്തിലുള്ള ഒരാൾ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹത്തെക്കാൾ ഉന്നത സ്വഭാവ ഗുണമുള്ള ആളായി, അധികം അഭിപ്രായ വ്യത്യാസമുള്ള ആളുമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന് ശേഷം മദീനയിലേക്ക് വന്നപ്പോൾ
മുസ്അബ് ബിൻ ഉമൈറിന്റെ ഭാര്യ ഹസ്രത്ത് ഹംന ബിൻത്ത് ജഹഷിനെ കാണുകയുണ്ടായി. ആളുകൾ അദ്ദേഹത്തോട് അവരുടെ സഹോദരൻ അബ്ദുല്ല ബിൻ ജഹഷ് വഫാത്തായതായി പറഞ്ഞു, ഷഹാദത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനു വേണ്ടി ദുആ ചെയ്തു. പിന്നീട് അവരുടെ അമ്മാവൻ ഹസ്രത്ത് ഹംസ ഷഹാദത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു മഗ്ഫിറത്തിനു വേണ്ടി ദുആ ചെയ്തു. പിന്നീട് ആളുകൾ അവരുടെ ഭർത്താവ് മുസ്അബ് ബിൻ ഉമൈർ ഷഹാദത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവർ കരയാൻ തുടങ്ങി, അസ്വസ്ഥരായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിന് പ്രത്യേകമായ ഒരു സ്ഥാനം ഉണ്ട്. മറ്റൊരു റിവായത്തിൽ ഹസ്രത്ത് ഹംന ബിൻത്ത് ജഹഷിനെ കുറിച്ച് ഇപ്രകാരം ലഭിക്കുന്നു: അവരോട് പറയുകയുണ്ടായി, നിങ്ങളുടെ സഹോദരൻ ഷഹീദായിരിക്കുന്നവർ പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തോട് കരുണ ചെയ്യട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പിന്നീട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ഷഹീദായിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, വളരെ ഖേദകരം തന്നെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീക്ക് ഭർത്താവുമായിട്ട് അത്തരത്തിലുള്ള ഒരു ബന്ധമാണുള്ളത്, അത് മറ്റാരുമായിട്ട് ഇല്ല. ഈ സംഭവം ഒരു ഖുതുബയിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി തന്റേതായ രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. അതിൽ ഹദ്റത്ത് മുസ്അബ് ബിൻ ഉമൈറിന്റെ ഷഹാദത്തിന്റെ സംഭവവും അദ്ദേഹത്തിന്റെ ഷഹാദത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വികാരങ്ങളും അതിനെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. അത് അവിടുന്ന് പറഞ്ഞു ഇപ്രകാരമാണ്: ആ സഹാബാക്കളും സഹാബി വനിതകളും അവരുടെ ബന്ധുക്കൾ ഒന്നിൽ കൂടുതലായിരുന്നുവെങ്കിൽ അവരെ നിർത്തി ഈ വിധത്തിൽ വാർത്ത നൽകുമായിരുന്നു, ഒരുമിച്ച് അവരെ ആ ദുഃഖം ഏൽക്കാതിരിക്കുന്നതിനു വേണ്ടി. ഹസ്രത്ത് അബ്ദുല്ലായുടെ സഹോദരി ഹംന ബിൻത്ത് ജഹഷ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഓ ഹംന, നീ ക്ഷമ കൈക്കൊള്ളുക, അള്ളാഹുവിനോട് പ്രതിഫലം പ്രതീക്ഷിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, എന്തിനുള്ള പ്രതിഫലമാണ്? അപ്പോൾ പറഞ്ഞു, നിന്റെ അമ്മാവൻ ഹംസയുടെ പ്രതിഫലം. അപ്പോൾ അവർ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഗഫറല്ലാഹു ലഹു വ ഹനിയം ലഹു ഷഹാദ. അതിനുശേഷം ഹുസൂർ പറഞ്ഞു, ഓ ഹംന, നീ ക്ഷമ കൈക്കൊള്ളുക, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഇത് ആരുടെ പ്രതിഫലമാണ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിന്റെ സഹോദരൻ അബ്ദുല്ലായുടേത്. അപ്പോൾ ഹംന വീണ്ടും ഇത് തന്നെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഗഫറ ലഹു വറഹിമഹു ഹനിയം ഷഹാദ. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ഓ ഹംന, നീ ക്ഷമ കൈക്കൊള്ളുക, അള്ളാഹുവിനോട് പ്രതിഫലം പ്രതീക്ഷിക്കുക. അപ്പോൾ അവർ ചോദിച്ചു, ഹുസൂർ, ഇത് ആർക്ക് വേണ്ടിയുള്ള പ്രതിഫലമാണ്? അപ്പോൾ പറഞ്ഞു, മുസ്അബ് ബിൻ ഉമൈറിനു വേണ്ടി. അപ്പോൾ ഹംന പറഞ്ഞു, വളരെ ഖേദകരം തന്നെ. ഇത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും ഭാര്യയുടെ മേൽ ഭർത്താവിന് വലിയ അവകാശമുണ്ട്, ഇത് മറ്റാർക്കുമില്ല. പക്ഷേ നീ ഈ വാചകം എന്തുകൊണ്ട് പറഞ്ഞു? അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് അദ്ദേഹത്തിന്റെ കുട്ടികളുടെ അനാഥത്വത്തെക്കുറിച്ച് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പരവശയായി. ആ പരവശയുടെ അവസ്ഥയിൽ ഈ വാചകം എന്റെ വായിൽ നിന്ന് പുറത്തു വന്നു. ഇത് കേട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾക്ക് വേണ്ടി പ്രകാരം ദുആ ചെയ്തു, അല്ലാഹുവേ, അവരുടെ രക്ഷിതാക്കൾക്കും കാര്യനിർവാഹകരും അവരോട് കാരുണ്യത്തോടുകൂടി പെരുമാറട്ടെ, അവരോട് നല്ല നിലയിൽ പെരുമാറട്ടെ. പിന്നീട് അല്ലാഹു ഈ ഒരു പെരുമാറ്റം അവരോട് കാഴ്ചവെക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ സ്വീകരിച്ചു. ഇവിടെ മുസ്അബ് ബിൻ ഉമൈറിനെ കുറിച്ചുള്ള പരാമർശം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അടുത്ത സഹാബിയെ കുറിച്ച് പറയുന്നതാണ്. ഇനി ഞാൻ ഏതാനും ചില കാര്യങ്ങൾ ഇന്ന് പടർന്നു പന്തലിച്ചിരിക്കുന്ന പകർച്ചവ്യാധിയെക്കുറിച്ച്, കൊറോണ വൈറസിനെ പറ്റി സഹോദരന്മാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. ഏതുപോലെ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഓഫീസുകളിൽ നിന്നും അറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ചുള്ള മുൻകരുതൽ നടപടികൾ അനുസരിച്ച് നാം എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. ചില ഹോമിയോപ്പതി മരുന്നുകൾ തുടക്കത്തിൽ തന്നെ ഞാൻ ഹോമിയോപ്പതിക്കാരുമായി കൂടിയാലോചന ചെയ്തതിനു ശേഷം പ്രതിരോധം എന്ന നിലയിൽ പറഞ്ഞിരുന്നു. അതുപോലെ ചികിത്സ എന്ന നിലയിലും അത് ഉപയോഗിക്കേണ്ടതാണ്. ഇതൊരു സാധ്യമായ ചികിത്സയാണ്.
ഇത് 100% ചികിത്സയാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഹോമിയോപ്പതിക്ക് ഈ വൈറസിനെ കുറിച്ച് അറിയാം എന്നും ഇല്ല. ഇത് അത്തരത്തിലുള്ള ഒരു വൈറസാണ്, അതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല. എന്നാൽ അതിന് ഏറ്റവും സമീപത്തുള്ള സാധ്യമാകുന്ന ചികിത്സ ഇത്തരത്തിലുള്ള രോഗത്തിന് അതനുസരിച്ചുകൊണ്ടാണ് ഈ മരുന്നുകൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു അതിൽ ഷിഫയും നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇത് ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മുൻകരുതൽ നടപടികളും നിർബന്ധമാണ്. ഏതുപോലെ അറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഈ കാര്യത്തിൽ ഇതും അത്യാവശ്യമാണ്. ആൾക്കൂട്ടത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. പള്ളികളിൽ വരുന്നവരും സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. അഥവാ ചെറിയ തോതിൽ തന്നെ പനിയുണ്ടെങ്കിലും ശരീരവേദനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുമ്മലും ജലദോഷവും മറ്റുമുണ്ടെങ്കിൽ പള്ളിയിൽ വരരുത്. പള്ളിയോടുള്ള ചില കടമകളും ഉണ്ട്. ഇത് പള്ളിയുടെ അവകാശമാണ്. അവിടെ അത്തരത്തിലുള്ള ആളും വരരുത്. ആരാണോ മറ്റ് ആളുകൾക്ക് എന്തെങ്കിലും ബാധിക്കുന്നത്, ഏതെങ്കിലും പകർച്ചവ്യാധിയുള്ള രോഗി, അയാൾ പള്ളിയിൽ വരുന്നതിൽ നിന്ന് വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. ഇക്കാലത്ത് പ്രത്യേകിച്ച് തുമ്മുന്ന സമയത്ത് എന്നല്ല, പൊതുവിൽ തന്നെ എല്ലാവരും തുമ്മുമ്പോൾ മുഖത്ത് കൈവെക്കണം, അല്ലെങ്കിൽ മുഖത്ത് കർച്ചീഫ് വെക്കേണ്ടതാണ്. ചില നമസ്കാരക്കാരും ഈ ഒരു പരാതി പറയാറുണ്ട്. ചില ആളുകൾ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തുമ്മാറുണ്ട്, മുഖത്ത് കൈവെക്കാറില്ല, കർച്ചീഫ് വെക്കാറില്ല. പിന്നീട് ഇത്രമാത്രം ശക്തമായ തുമ്മലായിരിക്കും, അതിന്റെ തുള്ളികൾ ഞങ്ങളുടെ മേലും വന്നു പതിക്കുന്നു. അതുകൊണ്ട് ഇത് കൂടെ നിൽക്കുന്ന നമസ്കാരക്കാരോടും ചില കടമകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യവും കൂടി ഓർത്തിരിക്കേണ്ടതാണ്. ഇക്കാലത്ത് ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഇതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഇക്കാലത്ത് ഡോക്ടർമാർ പറയുന്ന മുൻകരുതലുകൾ ഇതാണ്: കൈയും മുഖവും വൃത്തിയായി വെക്കുക. കൈ ചീത്തയാണ് എങ്കിൽ മുഖത്ത് കൈവെക്കാതിരിക്കുക. അതുപോലെ തന്നെ കൈകളിൽ സാനിറ്റൈസർ പുരട്ടുക, അല്ലെങ്കിൽ കൈ കഴുകിക്കൊണ്ടിരിക്കുക. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഒരാൾ 5 നേരം നമസ്കരിക്കുന്ന ആളാണ് എങ്കിൽ, വസു 5 നേരം എടുക്കുന്നുണ്ട് എങ്കിൽ, മൂക്കിൽ വെള്ളം കയറ്റുന്നുണ്ട് എങ്കിൽ അത് മുഖേന മൂക്ക് വൃത്തിയാകുന്നു. ശരിയായ രീതിയിൽ വധു എടുക്കുന്നുണ്ട് എങ്കിൽ, വധു എടുത്തു കഴിഞ്ഞാൽ അത് ശുചിത്വത്തിന്റെ അത്തരത്തിലുള്ള ഒരു ഉന്നത നിലവാരമാണ്. അത് സാനിറ്ററിയുടെ പ്രവർത്തനവും പൂർത്തിയാക്കുന്നു. ഇന്ന് മാർക്കറ്റുകളിൽ സാനിറ്റൈസ് അപ്രത്യക്ഷമായിരിക്കുന്നു. ആളുകൾ മുമ്പ് തന്നെ എല്ലാം വാങ്ങിവെച്ചിരിക്കുന്നു. കടകളിലെ ഷെൽഫുകൾ കാലിയാണ്. പ്രത്യേകിച്ച് അത്തരം വസ്തുക്കൾ ഏതൊന്നാണോ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഏതായിരുന്നാലും വധു ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് പ്രത്യക്ഷത്തിലുള്ള ശുചിത്വവുമാണ്. മനുഷ്യൻ വധു ചെയ്യുമ്പോൾ പിന്നെ നമസ്കരിക്കുകയും ചെയ്യും. അങ്ങനെ അത് ഒരു ആത്മീയ ശുചിത്വത്തിനുള്ള മാർഗവുമായി തീരുന്നു. അതുപോലെ തന്നെ ഇക്കാലത്ത് പ്രത്യേകിച്ച് ദുആയിലേക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലേക്ക് പ്രത്യേകമായ നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളിയോടുള്ള കടമകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇക്കാര്യം കൂടി ഞാൻ പറയാം. പ്രത്യേകിച്ച് തണുപ്പുകാലത്ത് പൊതുവായ നിലയിലും പള്ളികളിൽ വരുന്നവര്, സോക്സ് ധരിച്ചു വരുന്നവർ സോക്സുകൾ ദിവസവും മാറ്റേണ്ടതാണ്, അത് കഴുകേണ്ടതാണ്. സോക്സിൽ നിന്ന്, കാലുകളിൽ നിന്ന് ദുർഗന്ധം വരികയാണെങ്കിൽ കൂടെ നിൽക്കുന്ന നമസ്കാരക്കാർക്ക് പ്രയാസമുണ്ടാകുന്നു, അല്ലെങ്കിൽ പിന്നിലുള്ള സഫിലുള്ള നമസ്കാരക്കാർക്ക് സുജൂദ് ചെയ്യുന്നവർക്ക് പ്രയാസത്തിന് കാരണമായി തീരുന്നു. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൽപ്പന ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഏതെങ്കിലും ദുർഗന്ധമുണ്ടാകുന്ന വസ്തു, ഉദാഹരണമായി വെളുത്തുള്ളി, സവാള മുതലായവ കഴിച്ച് പള്ളിയിൽ വരരുത്. ചില സമയത്ത് ഏമ്പക്കവും മറ്റും വരുന്നു, അല്ലെങ്കിൽ അല്ലാതെ തന്നെ വായിൽ നിന്ന് ദുർഗന്ധം വരുന്നു. അത് കാരണം മറ്റു നമസ്കാരക്കാർക്ക് പ്രയാസം ഉണ്ടാകുന്നു. നമസ്കാരക്കാർക്കത് പ്രയാസകരമായി തീരുന്നു. നമസ്കാരത്തിനും എന്നല്ല പള്ളിയുടെ അന്തരീക്ഷത്തിനും അത് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകുന്നു. എന്നല്ല ഈ ഒരു കൽപ്പനയാണുള്ളത്, പള്ളിയിൽ വരുമ്പോൾ സുഗന്ധം പൂശി വരിക. എന്നല്ല ഇത്രമാത്രം സൂക്ഷ്മതയാണ് പറഞ്ഞിരിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പച്ചമാംസം പിടിച്ചുകൊണ്ട് പള്ളിയിലൂടെ ഒരാൾ കടന്നുപോകുക പോലും ചെയ്യരുത്. അവിടെ ഇരിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ശരീരത്തിന്റെ ശുചിത്വവും അന്തരീക്ഷത്തിന്റെ ശുചിത്വവും ഒരു നമസ്കാരക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. ഈ കാര്യത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇതിന്റെ അർത്ഥം ഇതും അല്ല, ഈ കാരണം പറഞ്ഞുകൊണ്ട് പള്ളിയിൽ വരുന്നത് തന്നെ ഉപേക്ഷിക്കുക. തങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള അവസ്ഥയെ നോക്കി തങ്ങളുടെ ഹൃദയത്തോടാണ് ഫത്വ ചോദിക്കേണ്ടത്. എപ്പോഴും ഓർക്കുക,
അള്ളാഹുവിന് ഹൃദയങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള രോഗം ഉണ്ട് എങ്കിൽ തന്നെയും ഡോക്ടറോട് ചോദിച്ചുറപ്പുവരുത്തുക ഏത് തരത്തിലുള്ള രോഗമാണ് എന്ന്. എന്നാൽ 1-2 ദിവസം വിട്ടുനിൽക്കുക എന്നതും നല്ലതാണ്. പിന്നീട് പറയുന്നു, ഷെയ്ക്ക് ഹാൻഡിൽ നിന്നും ഈ കാലഘട്ടം വിട്ടുനിൽക്കുക. ഇതും വളരെ അത്യാവശ്യമാണ്. ആരുടെ കൈകൾ ഏത് വിധത്തിലാണ് എന്ന് ആർക്കും ഒന്നും അറിയില്ല. ഈ അർത്ഥത്തിൽ അഥവാ ഷെയ്ക്ക് ഹാൻഡിലൂടെ സ്നേഹവും ബന്ധവും വർദ്ധിക്കുന്നു. എന്നിരുന്നാലും ഈ ഒരു രോഗം കാരണം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. ഭൗതികരായ ആളുകൾ അവരും മുമ്പ് ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കുമായിരുന്നു. നാം ഷെയ്ക്ക് ഹാൻഡ് നൽകാറില്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൈകൊടുക്കാറില്ല. ഇവർക്കും ഇപ്പോൾ അതൊരു തമാശയായി മാറിയിരിക്കുന്നു. ജർമ്മനിയിലെ ചാൻസലറോട് അവരുടെ ഒരു മന്ത്രി കൈകൊടുക്കാൻ വിസമ്മതിച്ചു. അത് ഒരു തമാശയായി തീർന്നിരിക്കുന്നു. ഇവിടെ ഒരു പാർലമെന്റ് മെമ്പർ പറഞ്ഞു, നമ്മൾ ഷെയ്ക്ക് ഹാൻഡിൽ നിന്ന് കൊറോണ വൈറസ് കാരണം വിട്ടുനിൽക്കുന്നു. ഇത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ സംസ്കാരം തന്നെ ഷെയ്ക്ക് ഹാൻഡ് നൽകുക എന്നുള്ളതല്ല. നമ്മുടെ സംസ്കാരം ഇതാണ്, ഒന്നുകിൽ സല്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ തലയിൽ നിന്ന് തൊപ്പി ഊരി കുനിയുക എന്നുള്ളതായിരുന്നു. പിന്നീട് അദ്ദേഹം ഇതുവരെ പറഞ്ഞു, സ്ത്രീകൾക്ക് നാം കൈകൊടുക്കുന്നു എന്നല്ല, അവരെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്ക് ഇക്കാര്യം അറിയുക പോലുമില്ല സ്ത്രീകൾക്ക് അത് ഇഷ്ടമാണോ അല്ലേ എന്ന്. അനാവശ്യമായി നിർബന്ധപൂർവമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവർ അള്ളാഹുവിന്റെ വാക്കുകൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ രോഗം, ഈ പകർച്ചവ്യാധി അവർക്ക് ചുരുങ്ങിയത് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ നൽകിയിരിക്കുന്നു. അള്ളാഹുവിലേക്കും ഇവർക്ക് ശ്രദ്ധ ഉള്ളതായി അള്ളാഹു മാറ്റുമാറാകട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകളോടായിരുന്നു ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നത്. നമ്മൾ പറയുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി പറയുമ്പോൾ, ഞങ്ങൾ സ്ത്രീകൾക്ക് ഇങ്ങനെ സലാം നൽകാറില്ല, കൈ കൊടുക്കുന്നത് ഞങ്ങൾക്ക് വിലക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ, പുരുഷന്മാർക്ക് ഇത് വിലക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അവർ അതിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അധികവും കേട്ടിരിക്കുന്നു. ഓഫീസുകളിലും വിവിധ സ്ഥലങ്ങളിൽ ഇവർ വിസമ്മതിക്കുന്നു, വളരെ മോശമായ നിലയിൽ വിസമ്മതിക്കുന്നു. നമ്മൾ വളരെ സ്നേഹത്തോടും വളരെ മൃദുലതയോടുമാണ് പറഞ്ഞിരുന്നത്, ഇതാണ് ഞങ്ങളുടെ അധ്യാപനം. എന്നാൽ ഇവർ കൊറോണ വൈറസിനെ ഭയന്നുകൊണ്ട് ഇത്രമാത്രം മുൻകരുതലെടുക്കുന്നു. അവരുടെ സ്വഭാവത്തിന് പോലും ഒരു സ്ഥാനവും ഇല്ല. ഏതായിരുന്നാലും ഈ രോഗം ഈ അർത്ഥത്തിൽ ഇവരുടെ പരിഷ്കരണം നടത്തിയിരിക്കുന്നു ഒരു പരിധിവരെ. ഏതുപോലെ ഞാൻ പറഞ്ഞു, അവരുടെ ഈ പരിഷ്കരണം ഇത് ഇവരെ അള്ളാഹുവിലേക്ക് കൊണ്ടെത്തിക്കുന്നതായി തീരട്ടെ. അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ ഈ പകർച്ചവ്യാധി ഇനി എത്രമാത്രം വ്യാപിക്കണം എന്ന്, ഏതു പരിധിവരെ പോകണമെന്ന്, അള്ളാഹുവിന്റെ വിധി എന്താണ് എന്ന്. അഥവാ ഈ രോഗം അള്ളാഹുവിന്റെ കോപം കൊണ്ടാണ് വെളിപ്പെടുന്നത് എങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നു വിവിധ തരത്തിലുള്ള പകർച്ചവ്യാധികൾ, രോഗങ്ങൾ, ഭൂകമ്പങ്ങൾ, കൊടുങ്കാറ്റുകൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിയോഗത്തിനു ശേഷം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ വിധിയുടെ ദുസ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അള്ളാഹുവിലേക്ക് തിരിയേണ്ടതിന്റെ വളരെ വലിയ ആവശ്യമുണ്ട്. ഓരോ അഹമ്മദിയും ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ നിലയിൽ ദുആയിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തങ്ങളുടെ ആത്മീയമായ അവസ്ഥയെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ലോകത്തിനു വേണ്ടിയും ദുആ ചെയ്യേണ്ടതായിട്ടുണ്ട്. അള്ളാഹു അവർക്കും ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു ലോകത്തിന് തൗഫീക്ക് നൽകട്ടെ. അവർ ഭൗതികതയിൽ കൂടുതൽ പതിക്കുന്നതിനു പകരം അള്ളാഹുവിനെ വിസ്മരിക്കുന്നതിനു പകരം തങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനെ തിരിച്ചറിയുന്നവരായി തീരട്ടെ. ഇതിനുശേഷം ഞാൻ ചില ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ആദ്യത്തെ ജനാസ അസീസം തൻസീൽ അഹമ്മദ് ഭട്ടിന്റേതാണ്. അദ്ദേഹം അക്കീൽ അഹമ്മദ് ഭട്ട് സാഹിബിന്റെ മകനായിരുന്നു. ചെറിയ കുട്ടിയാണ്, 11 വയസ്സായിരുന്നു. ഫെബ്രുവരി 27, 2020 വഫാത്തായി. വഫാത്തല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷഹാദത്താണ്. തൻസീൽ അഹമ്മദ് ഭട്ടിന്റെ വിവരണം ഇതാണ്. ഇദ്ദേഹത്തിന്റെ സംഭവം ഇങ്ങനെയാണ്. ഇസ്രാദില കോളനിയിൽ ഡൽഹി ഗേറ്റ് ലാഹോറിലെ ഇവരുടെ അയൽവാസിയായ സ്ത്രീ 27 ഫെബ്രുവരിയിൽ മൃഗീയമായ നിലയിൽ ഈ കുട്ടിയെ വധിക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അഹമ്മദികളെ ഏതെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് വധിക്കുക എന്നത് മൗലവിയുടെ ഫത്തുകൾ കാരണം അവിടെ പാകിസ്ഥാനിൽ വളരെ എളുപ്പമാക്കി തീർത്തിരിക്കുന്നു. ഈ വധവും അതിന്റെ ഫലമാണ്. ഈ അർത്ഥത്തിൽ ഞാൻ ഈ കുട്ടിയെ ശ്രോതാക്കളിൽ ഉൾപ്പെടുത്തുന്നു.
കാരണം എന്തു തന്നെയായാലും ഏതായിരുന്നാലും ഇതിന്റെ പിന്നിൽ അഹമ്മദിയത്തിനെ കുറിച്ചുള്ള ഒരു വിദ്വേഷം ഉണ്ട്. നിഷ്കളങ്കനായ കുട്ടിയായിരുന്നു. ഈ കുട്ടിയുടെ ഒരു കുറ്റവും ഉണ്ടായിരുന്നില്ല ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ച്. ഈ സംഭവത്തിന്റെ വിശദീകരണം അനുസരിച്ച് പ്രിയപ്പെട്ട തൻസീൽ അഹമ്മദ് ഭട്ടിന്റെ ഉമ്മ ഫെബ്രുവരി 27 അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഈ കുട്ടിയെ തന്റെ ചെറിയ അനിയത്തിയുടെ ഡോൾ കൊണ്ടുവരുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. ആ കുട്ടി അവിടെ വെച്ച് മറന്നു വെച്ചതായിരുന്നു. ആ വീട്ടിൽ വരവും പോക്കും ഉണ്ടായിരുന്നു. എന്താണ് ഇതിനുള്ള താല്പര്യം എന്നറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഈ വസ്തു അവിടെ വിട്ടേച്ചു പോന്നതായിരുന്നു. പറഞ്ഞു ആ ഡോൾ എടുത്തുകൊണ്ടുവരിക. വളരെ അധികം നേരത്തിനു ശേഷവും ആ കുട്ടി തിരിച്ചു വരാതായപ്പോൾ ഉമ്മ സ്വയം അയൽവാസിയുടെ വീട്ടിൽ ചെന്നു. ആദ്യം അയൽവാസി വീട് തുറന്നില്ല. വളരെ അധികം സമയത്തിനു ശേഷം വാതിൽ തുറന്നു. അപ്പോൾ കുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയൽവാസി പറഞ്ഞു അവൻ ഡോൾ എടുത്തുകൊണ്ട് തിരിച്ചുപോയി. അപ്പോൾ കുട്ടിയുടെ മാതാവ് തന്റെ ഭർത്താവ് അക്കീൽ സാഹിബിനെ വിവരം അറിയിച്ചു. അദ്ദേഹം ഉടനെ തന്നെ ജമാഅത്തി സംവിധാനവുമായി ചേർന്നുകൊണ്ട് കുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങി. പോലീസിലും റിപ്പോർട്ട് ചെയ്തു. പിന്നീട് വഴിയിലെ CCTV ക്യാമറയിൽ നോക്കിയപ്പോൾ അതിൽ കുട്ടി അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്നതായി കണ്ടു. എന്നാൽ പുറത്തു പോകുന്നതായി കണ്ടില്ല. അപ്പോൾ പോലീസിന്റെ സഹായത്തോടുകൂടി വീട് പരിശോധന നടത്തി. അപ്പോൾ ഒരു ഇരുമ്പ് പെട്ടിയിൽ നിന്ന് കുട്ടിയുടെ ശവശരീരം ലഭിച്ചു. അപ്പോൾ പോലീസ് പറഞ്ഞു കൊലപാതകിയായ സ്ത്രീയുടെ ഭർത്താവ് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു അയാളുടെ ഭാര്യ കുട്ടിയെ വധിച്ചുകൊണ്ട് ഇരുമ്പ് പെട്ടിയിൽ ശവം വെച്ചിട്ടുണ്ട്. ആ സ്ത്രീ വീട്ടുടമസ്ഥനായ പയ്യനുമായി ചേർന്നുകൊണ്ട് കുട്ടിയെ വധിച്ചത്. അതിനെ അവർ ഏറ്റുപറയുകയും ചെയ്തു. പ്രിയപ്പെട്ട തൻസീൽ അഹമ്മദ് ഭട്ട് 20 നവംബർ 2009 ലാഹോറിലാണ് ജനിച്ചത്. വഖഫേനോ പദ്ധതിയിൽ അംഗമായിരുന്നു. അത്ഫാലുൽ അഹമ്മദിയയുടെ പ്രവർത്തന നിരതനായ അംഗമായിരുന്നു. ജമാഅത്തി പരിപാടികൾ സ്ഥിരമായി പങ്കെടുക്കുമായിരുന്നു. തന്റെ ക്ലാസ്സിലെ ബുദ്ധിമാന്മാരായ കുട്ടികളിൽപ്പെട്ട ആളായിരുന്നു. 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു. വഫാത്തിനു ശേഷം അവന്റെ റിസൾട്ട് വന്നപ്പോൾ 450 മാർക്കിൽ 429 മാർക്ക് വാങ്ങി ക്ലാസ്സിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. കുട്ടിയുടെ ഉമ്മ പറയുന്നു തൻസീൽ എന്റെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ അനുസരണയുള്ള കുട്ടിയായിരുന്നു. ഏതെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്നോട് ചോദിച്ച് അനുവാദം വാങ്ങിയാണ് ചെയ്തിരുന്നത്. അഥവാ ഏതെങ്കിലും അയൽവാസിയോ ഭാരവാഹിയോ ഏതെങ്കിലും ജോലി ചെയ്താൽ അത് ചെയ്യുമായിരുന്നു. ഒരിക്കലും വിസമ്മതിക്കുമായിരുന്നില്ല. ഏതുവരെ എന്നാൽ ഈ കൊല ചെയ്ത അയൽവാസിയായ സ്ത്രീയും ചില സമയത്ത് ഇവനെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. എപ്പോഴും അതിനെ അനുസരിക്കുകയും ആ ജോലി ചെയ്യുകയും ചെയ്യുമായിരുന്നു. സ്കൂളിലെ അധ്യാപകരും ജമാഅത്തിന്റെ ഭാരവാഹികളും കുട്ടിയിൽ വളരെ സന്തോഷത്തിലായിരുന്നു. എപ്പോഴും കുട്ടിയെ പ്രശംസിക്കുമായിരുന്നു. MTA പ്രോഗ്രാം സ്ഥിരമായി കാണുമായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ പരിപാടികളും ഖുത്ബകളും നമസ്കാര കാര്യത്തിൽ സ്ഥിരമായി പള്ളിയിൽ പോകുമായിരുന്നു. ചിലപ്പോൾ പിതാവ് ഫാക്ടറിയിൽ നിന്ന് ക്ഷീണിച്ച് തിരിച്ചു വന്നാൽ പള്ളിയിൽ പോകുന്നതിൽ അല്പം അലസത കാണിച്ചാൽ പ്രിയപ്പെട്ട കുട്ടി അദ്ദേഹത്തെ നിർബന്ധിച്ച് ശാഠ്യം പിടിച്ച് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. പ്രിയപ്പെട്ട കുട്ടിയുടെ സന്തപ്ത കുടുംബത്തിൽ തന്റെ പിതാവ് അക്കീൽ അഹമ്മദ് ഭട്ട്, ഉമ്മ നായില അഖീൽ കൂടാതെ 4 സഹോദരന്മാരുണ്ട്. പോയിരിക്കുന്നു 2 സഹോദരന്മാരും 2 സഹോദരിമാരും. അള്ളാഹു അവന് അവന്റെ സ്നേഹത്തിന്റെ മടിത്തട്ടിൽ സ്ഥലം നൽകട്ടെ. കൊലയാളികളെ തക്കതായ പര്യവസാനത്തിൽ കൊണ്ടെത്തിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യട്ടെ. 2ാമത്തെ ജനാസ ബ്രിഗേഡിയർ ബഷീർ അഹമ്മദ് സാഹിബ്, മുൻ അമീർ റാവൽപിണ്ടി നഗരം ജില്ല അദ്ദേഹത്തിന്റേതാണ്. അദ്ദേഹം ഡോക്ടർ അബ്ദുള്ള സാഹിബിന്റെ മകനാണ്. ഫെബ്രുവരി 16 റാവൽപിണ്ടിയിൽ വെച്ച് 87ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടാതെ 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമുണ്ട്. ബ്രിഗേഡിയർ ബഷീർ അഹമ്മദ് സാഹിബ് 1931 ഗുജറാത്തിലെ വളരെ ആത്മാർത്ഥമായ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് അബ്ദുള്ള സാഹിബ് സ്വയം ബൈഅത്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. പ്രാരംഭ വിദ്യാഭ്യാസം അദ്ദേഹം കാദിയാനിൽ വെച്ചാണ് നേടിയത്. ബ്രിഗേഡിയർ സാഹിബ് 1947 മെട്രിക് പരീക്ഷ പാസായി. 1952 പാകിസ്ഥാനിലെ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് 6 ലോങ് കോഴ്സിൽ പാകിസ്ഥാനിൽ പൊസിഷൻ ആയി.
1982 സൈന്യത്തിൽ നിന്ന് ബ്രിഗേഡിയറായിക്കൊണ്ട് റിട്ടയറായി. പിന്നീട് ദീർഘകാലം ഇസ്ലാമാബാദിലെ പോളിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തലവനായിക്കൊണ്ട് രാജ്യത്തിന് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഇങ്ങനെ അദ്ദേഹം ഏകദേശം 68 വർഷത്തോളം രാജ്യത്തിന് സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. ജമാഅത്തിയായ സേവനം ബ്രിഗേഡിയർ സാഹിബിന്റേത് ഇങ്ങനെയാണ്. 2012 ഞാൻ അദ്ദേഹത്തെ റാവൽപിണ്ടി ജമാഅത്തിന്റെ അമീറായി നിശ്ചയിച്ചു. ഫെബ്രുവരി 9, 2020 വരെ അമീറായിക്കൊണ്ട് റാവൽപിണ്ടി നഗരം ജില്ലാ അമീറായിക്കൊണ്ട് സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. 1979 അദ്ദേഹത്തിന് റാവൽപിണ്ടിയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. 16 വർഷം നായിബ് അമീറും സെക്രട്ടറി തലീമുമായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ഫസലെ ഉമർ ഫൗണ്ടേഷന്റെ ഡയറക്ടർ, മജ്ലിസെ ഷൂറയിലെ വിവിധ കമ്മിറ്റികളുടെ മെമ്പർ ആയിരുന്നു. ബ്രിഗേഡിയർ മർഹൂം വളരെ അധികം മുഖ്ലിസായിരുന്നു. ആത്മാർത്ഥതയോടുകൂടി ദീനീ സേവനം ചെയ്യുന്ന ആളായിരുന്നു. എല്ലാവരുമായി കൂടിക്കഴുകുന്ന വാത്സല്യമുള്ള സൃഷ്ടി സേവനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ആവശ്യക്കാരുടെ ആവശ്യം ഹൃദയപൂർവ്വം പൂർത്തിയാക്കി നൽകുമായിരുന്നു. ദീനീ സേവനത്തിന്റെ കാര്യത്തിൽ തത്വാധിഷ്ഠനും അതുപോലെ തന്നെ പൂർണ്ണമായ നിലയിൽ ചെയ്യുന്ന ആളായിരുന്നു. തന്റെ സുഹൃത്തുക്കളോടും ഇതിനെക്കുറിച്ച് ഉപദേശിക്കുമായിരുന്നു. അലസത ഒരിക്കലും സഹിക്കുമായിരുന്നില്ല. ദീനീ പ്രവർത്തനങ്ങളിൽ എന്നല്ല ഒരു ജോലിയിലും. തന്റെ ആമിലയിലെ മെമ്പർമാരോട് ജോലി നിശ്ചയിച്ചു കഴിഞ്ഞാൽ, സമയം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോളോ അപ്പും ചെയ്യുമായിരുന്നു. വളരെയധികം ദുആ ചെയ്യുന്ന, ഖിലാഫത്തിനെ സ്നേഹിക്കുന്ന മുഖ്ലിസായ അസ്തിത്വമായിരുന്നു. അവസാന കാലത്തും അങ്ങയുടെ ഓർമ്മശക്തി വളരെ അധികമായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും പ്രേമിയായിരുന്നു. താൻ അഹമ്മദിയാണ് എന്ന കാര്യത്തിൽ എപ്പോഴും അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആനും ഹദീസ് നബവിയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളും എപ്പോഴും അങ്ങയുടെ തലയുടെ ഭാഗത്ത് ഉണ്ടാകുമായിരുന്നു. വളരെ വിശാലമായ വായനയാണ് ഉണ്ടായിരുന്നത്. ദരിദ്രരെയും ആവശ്യക്കാരെയും ഹൃദയവിശാലതയോടുകൂടി നിശബ്ദമായി സഹായിക്കുമായിരുന്നു. പ്രത്യേകിച്ച് വിധവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ പ്രത്യേകം വ്യാകുലപ്പെടുമായിരുന്നു. എപ്പോഴും സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അനേകം ആളുകൾ, ബന്ധുക്കളും സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള സഹായമുണ്ടായിരുന്നു. സഹായം ഇതുപോലെയാണ് ചെയ്തിരുന്ന. ഒരാളെ എഴുതുകയുണ്ടായി, അയാളുടെ കട കത്തിപ്പോയി, നഷ്ടമുണ്ടായി. അപ്പോൾ രഹസ്യമായി വന്നുകൊണ്ട് വലിയൊരു തുക നൽകുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഇതാരോട് പറയരുതെന്ന് പറയുകയും ചെയ്തു. വീട്ടിൽ ചെന്നത് തുറന്നു നോക്കുമ്പോൾ ആ തുക 2 ലക്ഷം ഉണ്ടായിരുന്നു. പിന്നീട് കച്ചവടം ശരിയായപ്പോൾ അത് തിരിച്ചു നൽകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയല്ല അത് നൽകിയത്. റാവൽപിണ്ടിയിലെ ജില്ലാ മുബല്ലിഗ് സാഹിബ് താഹിർ മഹമ്മൂദ് സാഹിബ് എഴുതുന്നു, അമീർ സാഹിബ് അങ്ങേയറ്റം മൃദുല പ്രകൃതമുള്ള ആളായിരുന്നു. കാരുണ്യഹൃദയനും അല്പം സംസാരിക്കുന്ന ആളും അങ്ങേയറ്റം ദുആ ചെയ്യുന്ന ആളുമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വളരെ മുമ്പ് തന്നെ പള്ളിയിൽ വരുമായിരുന്നു. അങ്ങേയറ്റം വേദനയോടും ഉള്ളൊരുക്കത്തോടും കൂടി നഫലുകൾ നമസ്കരിക്കുമായിരുന്നു. പെട്ടെന്ന് നമസ്കരിക്കുന്ന ആളുകളെ കാദിയാനിലെ സഹാബാക്കളുടെയും മഹാത്മാക്കളുടെയും സംഭവങ്ങൾ വിവരിച്ചു കേൾപ്പിക്കുമായിരുന്നു. എവിടെ വെച്ചാണ് അദ്ദേഹം തർബിയത്ത് നേടിയത്. മെല്ലെ മെല്ലെ നമസ്കരിക്കുന്നവരോട് സന്തോഷം പ്രകടിപ്പിക്കുമായിരുന്നു. സുന്നത്തായ ദുആകളും തഖ്വയിലേക്കും തസ്ബീഹിലേക്കും ശ്രദ്ധ ക്ഷണിക്കുമായിരുന്നു. സ്വയം ദുആ ചെയ്യുന്ന ആളും ദീർഘമായി നമസ്കരിക്കുന്ന ആളുമായിരുന്നു. ആളുകളെ നമസ്കാരത്തിലേക്ക് സ്വയം വിളിക്കുന്ന ആളായിരുന്നു. ആളുകളെ നമസ്കാരത്തിലേക്ക് പ്രത്യേകമായ നിലയിൽ ശ്രദ്ധിപ്പിക്കുന്ന ആളായിരുന്നു. ആവശ്യക്കാരായ ആളുകളെ സഹായിക്കുന്ന ആളായിരുന്നു. ഇതെല്ലാവരും എഴുതിയിരിക്കുന്നു. അഥവാ ആരെങ്കിലും നന്ദി പോലും പ്രകടിപ്പിച്ചാൽ അതിൽ നിന്ന് പോലും വിലക്കുമായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളോട് ഒരു പ്രേമമായിരുന്നു. ആ ഗ്രന്ഥങ്ങളുടെ ആത്മീയജ്ഞാന മീറ്റിംഗുകളിൽ അതിനെക്കുറിച്ച് പറയുമായിരുന്നു. ഫസലെ ഉമർ ഫൗണ്ടേഷന്റെ ഡയറക്ടറായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി നാസിർ ഷംസ് സാഹിബ് എഴുതുന്നു, 2011 തുടക്കം മുതൽ 2019 അവസാനം വരെ ഫസലെ ഉമർ ഫൗണ്ടേഷന്റെ ഡയറക്ടറായിരുന്നു. ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ എല്ലാ മീറ്റിംഗുകളിലും വാർദ്ധക്യമായിരുന്നിട്ടും ആരോഗ്യം മോശമായിരുന്നിട്ടും സ്ഥിരമായി പങ്കെടുക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദുആയും അഭിപ്രായവും പൂർണ്ണമായ മാർഗനിർദ്ദേശവും ഞങ്ങൾക്ക് അവസാനം വരെ ലഭിച്ചുകൊണ്ടിരുന്നു. മർഹൂം അങ്ങേയറ്റം മുഖ്ലിസും തഖ്വയുള്ള ആളും ഖിലാഫത്തിനോട് ആത്മാർത്ഥതയുള്ള ജമാഅത്തിന്റെ സേവകനുമായിരുന്നു. ഒരു പ്രത്യേക ഗുണം അദ്ദേഹത്തിന്റേത് പറയുന്നു. ഞാൻ സ്വയം കണ്ടിട്ടുള്ളത് ഇതാണ്. അദ്ദേഹത്തിന് അള്ളാഹുമായിട്ടുള്ള ബന്ധം വേദനയും വ്യാപത്തോടും കൂടി നമസ്കാരം അനുഷ്ഠിക്കൽ. അള്ളാഹു മർഹൂമിനോട് മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ, സ്ഥാനം ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. 3ാമത്തെ ജനാസയാണ് ഡോക്ടർ ഹമീദുദ്ദീൻ ഖാൻ സാഹിബിന്റെ മകൻ
അമീദുദ്ദീൻ ഇബ്ൻ മുഹമ്മദുദ്ദീൻ സാഹിബിന്റേതാണ്. അദ്ദേഹം 121 ദക്ഷിണ ലക്കോവാൽ ഫൈസലാബാദിലെ താമസക്കാരനായി 29 ഫെബ്രുവരി 2020 വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ്ദീൻ സാഹിബ് മുഖേനയാണ് വന്നത്. മുഹമ്മദുദ്ദീൻ സാഹിബ്, ഫത്തഹുദ്ദീൻ സാഹിബ്, റസിയ, ഗുർദാസ്പൂർ അവർ ഒരുമിച്ച് വന്ന് ബൈഅത്ത് ചെയ്യാനുണ്ടായത്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകളിൽ ബൈഅത്ത് ചെയ്തു. മർഹൂം കാദിയാനിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതൃവ്യൻ ഹദ്റത്ത് മൗലാന മുഹമ്മദ് ഇബ്രാഹിം സാഹിബ് കാദിയാനി ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിയായിരുന്നു. ക്രിസ്തു മതത്തിന്റെ വലിയ പണ്ഡിതനായിരുന്നു. ദീർഘകാലം അദ്ദേഹം മദ്രസ അഹമ്മദിയയിലെ അധ്യാപകനായിരുന്നു. ഇന്ത്യ വിഭജനത്തിന് ശേഷം മർഹൂമിന്റെ കുടുംബം ഫൈസാബാദിൽ വന്ന് താമസമാക്കി. ജോലിയുടെ അടിസ്ഥാനത്തിൽ ഡിസ്പെൻസറായിരുന്നു. ഈ അർത്ഥത്തിൽ അദ്ദേഹത്തിന് മുഴുവൻ പ്രദേശത്തും സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. ആവശ്യക്കാർക്ക് സൗജന്യമായി ചികിത്സ നൽകുമായിരുന്നു. വളരെ സാധാരണ പ്രകൃതക്കാരനായ മുത്തക്കിയായ കുട്ടിക്കാലം മുതൽ കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുന്ന ആളായിരുന്നു. ദൈവിക ചിഹ്നങ്ങളെ ആദരിക്കുന്ന ആളായിരുന്നു. ഖിലാഫത്തിനോട് സ്നേഹമുള്ള ആളായിരുന്നു. അങ്ങേറ്റം വാത്സല്യമുള്ള, തവക്കൽ ചെയ്യുന്ന, വിശ്വസ്തനായ, സത്യസന്ധനായ ആളായിരുന്നു. ആരോടും ഒരിക്കലും തന്നെ ഒരു കാര്യവും നിരാകരിക്കുമായിരുന്നില്ല. ഒരു അഭ്യുദയകാംക്ഷിയായ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളായിരുന്നു. ജമാഅത്തിന്റെ വിവിധ ഭാരവാഹിത്വത്തിൽ സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഒരു മകൻ കരീമുദ്ദീൻ ഷംസ് സാഹിബ് ജമാഅത്തിന്റെ മുറബിയാണ്. ഇപ്പോൾ തൻസാനിയയിൽ സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രവർത്തന മേഖലയിൽ തിരക്കിലായത് കാരണം അദ്ദേഹത്തിന് ജനാസയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ഒരു മരുമകൻ ജമാഅത്തിന്റെ മുറബിയാണ്. ഒരു മരുമകൻ മുഅല്ലിമാണ്. ഒരു മകളുടെ മകൻ ജാമിയ അഹമ്മദിയയിലെ ഷാഹിദ് ക്ലാസിലെ വിദ്യാർത്ഥിയാണ്. ഇതുപോലെ അനേകം പേരക്കുട്ടികൾ വഖഫേനോ പദ്ധതിയിൽ അംഗങ്ങളാണ്. അള്ളാഹു മർഹൂമിനോട് കാരുണ്യത്തോടും മഗ്ഫിറത്തോടും കൂടി പെരുമാറട്ടെ, സ്ഥാനം ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ തലമുറകൾക്കും ആത്മാർത്ഥതയോടുകൂടി ബൈഅത്തിന്റെ കടമകൾ നിറവേറ്റുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ശേഷം ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله